ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ മതിമോൾ. അപ്പോൾ എല്ലാവരുടെയും ക്രിസ്മസ് നല്ലൊരു ക്രിസ്മസ് ആയിരുന്നു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയറും വിഷ് ചെയ്യുന്നു. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയോടും കൂടിയ ഒരു പുതുവർഷമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നമ്മളുടെ 2024 നല്ലൊരു വർഷമായിരുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾ പറയും, ഇല്ല ആൻറ്റി, ഞങ്ങളുടെ 2024 നല്ലതൊന്നും അല്ലായിരുന്നു, ആൻറ്റിയുടെ ചിലപ്പോൾ നല്ലതായിരുന്നു കാണും എന്ന് അല്ലേ? പക്ഷെ ഞാൻ തീർത്ത് പറയുന്നു, നിങ്ങളുടെയും കഴിഞ്ഞ വർഷം നല്ലൊരു വർഷം തന്നെയായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നു അല്ലേ? അത് തന്നെ വലിയൊരു കാര്യമല്ലേ? എന്തുമാത്രം പേർക്ക് ഈ 2025 കാണാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നു. വലിയ അപകടങ്ങളിലൊന്നും നമ്മൾ പെട്ടില്ല, മാരകമായ അസുഖങ്ങളൊന്നും നമ്മൾക്ക് വന്നില്ല. അതുപോലെ തന്നെ നമുക്ക് കുടിവെള്ളം ഉണ്ടായിരുന്നു, പാർപ്പിടമുണ്ടായിരുന്നു, ആഹാരമുണ്ടായിരുന്നു. ഇതൊക്കെ വലിയ കാര്യമല്ലേ? എന്നിട്ട് നല്ല വർഷമല്ല എന്ന് പറയാൻ പറ്റുമോ? ഇപ്പം നമുക്ക് കുടിവെള്ളം തന്നെ ഒരു ദിവസം കിട്ടാതെ വന്ന എന്താവും നമ്മുടെ അവസ്ഥ അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആ ഉള്ള കാര്യങ്ങളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുക, അതിലൊക്കെ താങ്ക്ഫുൾ ആവുക. നമ്മൾ ഓർക്കും നമുക്കൊന്നും നല്ലത് ഉണ്ടായിട്ടില്ല എന്ന്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഓൾറെഡി നമുക്കുള്ളതും കിട്ടിയതുമായ നല്ല കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക മാത്രമാണ് നമുക്ക് ഇനിയുള്ള സമയം നമുക്ക് ആ പോസിറ്റീവായിട്ട് പലതും ചെയ്യാനും നമ്മുടെ ലൈഫിൽ നല്ലത് വരികയുള്ളൂ എന്നുള്ളതാണ്. അതിപ്പോൾ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, നമ്മൾ അതിനൊക്കെ നന്ദിയുള്ളവരായിരിക്കണം. അപ്പോൾ നമുക്ക് കാണാം ഓരോ വർഷങ്ങൾ എന്ത് പെട്ടെന്നാണ് കടന്നു പോകുന്നത് അല്ലേ? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രായം കൂടുന്തോറും ദിവസങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കടന്നു പോവുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഈ ലോകത്ത് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അല്ലേ? അത് നമ്മൾ മണിക്കൂറായിട്ട് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അധികം മണിക്കൂറൊന്നും ഈ ലോകത്ത് നമ്മളില്ല എന്നുള്ളതാണ്. അതിൽ പകുതി സമയം നമ്മൾ ഉറങ്ങിക്കളയുകയാണ്, ബാക്കി പകുതി സമയം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ അറിയാം, നമ്മൾക്ക് കിട്ടിയ ഈ സമയം നമ്മൾക്കായിട്ട് ജീവിക്കുന്നുണ്ടോ? അതോ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ, മറ്റുള്ളവരുടെ പ്രീതി നേടാൻ നമ്മളല്ലാതെ ജീവിക്കുകയാണ്? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ജനിച്ചു വീണപ്പോൾ മുതൽ നമ്മുടെ സമൂഹം നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? നമ്മൾക്കായിട്ട് നമ്മൾ ജീവിക്കുന്നത് ഒരു സെൽഫിഷ് ആയിട്ടുള്ള കാര്യമാണ്. മറ്റുള്ളവർക്കായിട്ട് സാക്രിഫൈസ് ചെയ്യണം, മറ്റുള്ളവരെ അനുസരിച്ച് അവർ പറയും പോലെ ജീവിക്കണം എന്നുള്ളത് നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിച്ചേക്കുകയാണ് അല്ലേ? ആരുടെയൊക്കെയോ ബെനിഫിറ്റിന് വേണ്ടി. എങ്കിലാണല്ലോ ഇപ്പം നമ്മൾ മറ്റുള്ളവർക്കായിട്ട് ജോലി ചെയ്ത് അങ്ങനെ ചെയ്താലാണല്ലോ അവർക്ക് ബെനിഫിറ്റ് ഉള്ളൂ. അതുകൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിലും, സ്ത്രീകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പാടില്ല. അവർക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ തുറന്നു പറയരുത്, അങ്ങനെ പറഞ്ഞാൽ ആ സ്ത്രീ മോശക്കാരിയാവും എന്നുള്ള ഒരു ചിത്രമാണ് നമ്മൾക്കൊക്കെ തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളല്ലാതെ ജീവിക്കുകയാണ്. അത് നമ്മൾ മാത്രമല്ല, ഇപ്പോൾ ഒരു 60 80 വയസ്സായ ആളുകളോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും, അവരും ഒരു ദിവസം പോലും അവർക്കായിട്ട് ജീവിച്ചിട്ടില്ല എന്നുള്ള സത്യം. അപ്പോൾ നമുക്ക് ഈ വർഷമെങ്കിലും, ഈ 2025 എങ്കിലും നമ്മൾക്കായിട്ട് ജീവിക്കാൻ ശ്രമിക്കാനേ പറ്റുകയുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വർഷം നമ്മൾ ആർക്കൊക്കെയായിട്ടോ ജീവിച്ചു അല്ലേ? പലരും ജോലി ചെയ്യുന്നതും എന്ത് ചെയ്യുന്നതും മറ്റുള്ളവർക്കായിട്ടായിരുന്നു. അവർക്ക് സ്വന്തമായിട്ട് അവർ അത് അനുഭവിക്കുകയോ ജീവിക്കുകയോ ചെയ്തിട്ടില്ല. ഇനി ഒരു ദിവസം ആ മാറ്റം വരുത്തുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല അല്ലേ? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത്രയും നാൾ പലതും നമ്മൾ ചെയ്തു കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അപ്പോൾ ഈ വർഷം നമുക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കാം. ഈ ചെറിയ ജീവിതത്തിൽ കുറച്ച് നാളെങ്കിലും നമ്മൾക്കായിട്ട് ജീവിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾക്കായിട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ നമുക്ക് ചെയ്യേണ്ടത്? നമ്മൾ ആരാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കണം. നമ്മൾ അതിനു പോലും ശ്രമിച്ചിട്ടില്ല. അപ്പോൾ നമുക്കൊരു അയൽവക്കക്കാരൻ ഇവിടെ അടുത്ത് താമസം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും, ആരായിരിക്കും, എങ്ങനത്തെ മനുഷ്യരായിരിക്കും, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ആരെ പരിചയപ്പെട്ടാലും അല്ലേ, അവരൊക്കെ എങ്ങനെയുള്ളവരായിരിക്കും എന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കൽ പോലും നമ്മൾ ആരാണ്, എന്താണ് നമ്മുടെ ഇഷ്ടം, എന്താണ് നമ്മൾക്ക് സന്തോഷം തരുന്നത്, എന്താണ് നമ്മുടെ പാഷൻ, ആരായിത്തീരാനാണ് നമുക്കിഷ്ടം, എങ്ങനത്തെ ജീവിതം നയിക്കാനാണ് നമുക്കിഷ്ടം, ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബിസി ആയിരുന്നു. മറ്റുള്ളവരെന്താണ്, എങ്ങനെയുള്ളവരാണ് എന്നുള്ള ചിന്തിക്കുന്നതിൽ ബിസി ആയിരുന്നു. അപ്പോൾ നമ്മൾക്കായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ തന്നെ മനസ്സിലാക്കുക നമ്മളെക്കുറിച്ച്
നമ്മളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ തന്നെ സമയം സ്പെൻഡ് ചെയ്യുക. തന്നെ നമ്മളിരുന്ന് നമ്മൾ ആരാണെന്ന് പുറത്തോട്ട് നോക്കാതെ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മൾ ആരാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മളോട് തന്നെ സംസാരിക്കുക. എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും നമ്മൾക്കായിട്ട് സ്പെൻഡ് ചെയ്യുക. അത് തന്നെയാണ് ഈ മെഡിറ്റേഷൻ്റെ ഒരു ഭാഗം തന്നെയാണ്. എങ്കിലാണ് നമ്മൾക്കറിയാൻ പറ്റുകയുള്ളൂ. അല്ലാതെ മറ്റുള്ളവരെ എന്ത് കാണിക്കുന്നു അതുപോലെ കാണിച്ച് ജീവിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഇഷ്ടം എന്താണ്, നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി ആ വ്യക്തിത്വം അത് നന്നാക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ നമ്മൾ ഈ വർഷം നമുക്കായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് സമയം എല്ലാ ദിവസവും, അതിപ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കുട്ടികളാണെങ്കിലും കുറച്ച് സമയം തന്നെ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ആരാണ് എന്നറിയാൻ ശ്രമിക്കുക. മറ്റുള്ളവരാരാണ് എന്നറിയാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആരാണ് എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും തിരക്കിലാണ് മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നന്നാക്കിയെടുക്കാനായിട്ട്, അല്ലേ? ഇപ്പം നാട്ടുകാരായിട്ടാണെങ്കിലും വീട്ടുകാരായിട്ടാണെങ്കിലും ഹസ്ബൻഡോ വൈഫോ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, മക്കളായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ നന്നായിട്ട് കീപ്പ് ചെയ്യാൻ നമ്മളത് ഒരുപാട് സമയം അതിന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലേ? സൂക്ഷിച്ചേ സംസാരിക്കുകയുള്ളൂ. അതുപോലെ അവരെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നു, അവരെ തൃപ്തിപ്പെടുത്താൻ നോക്കുന്നു, അതൊക്കെ ചെയ്യുന്നു. പക്ഷെ നമ്മളൊരിക്കലും നമ്മളുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഇത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നമ്മളെ എങ്ങനെ സന്തോഷിപ്പിക്കാം, നമുക്കെങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഒരാളാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. എന്നെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ ആൻറ്റി ഈ മക്കളെയും ഹസ്ബൻഡിനെ ഒന്നും സ്നേഹിക്കുന്നില്ലേ? ഞാൻ എന്നെ സ്നേഹിച്ചതിന് ശേഷം മതിയല്ലോ അവരെ സ്നേഹിക്കാൻ. അവർക്കും അവരെ സ്നേഹിക്കുക, അല്ലാതെ എന്നെയല്ല അവർ ആദ്യം സ്നേഹിക്കേണ്ടത്. അവരെ തന്നെ ആദ്യം സ്നേഹിക്കുക. അത് തെറ്റായ ഒരു കാര്യമല്ല. നമ്മൾ കുട്ടികളൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ അവർക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നു, കൂടുതൽ സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു, എല്ലാം ചെയ്യും, അല്ലേ? സ്നേഹവും കൊടുക്കുന്നു. പിന്നെ ഒരു അമ്മയായതുകൊണ്ട് നാച്ചുറലായിട്ടും കുട്ടികളോട് സ്നേഹം വരുമല്ലോ. അല്ലാതെ ആർക്കും വേണ്ടി സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ആരെങ്കിലും ഹാൻഡിക്യാപ്ഡ് ആണ്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. അല്ലാത്ത എല്ലാ മനുഷ്യരും നമ്മളെപ്പോലെ തന്നെ ഈ ലോകത്ത് ജനിച്ചു വീണു. അവർക്കും അവരെ സ്നേഹിക്കാം, അല്ലേ? അവർക്കായിട്ട് ചിന്തിക്കാം, അവർക്കായിട്ട് അധ്വാനിക്കാം. ഇതൊക്കെ അവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മളിതൊക്കെ ഏറ്റെടുക്കുകയാണ്, അല്ലേ? എല്ലാവരുടെയും ജോലികളും അവരെ സന്തോഷിപ്പിക്കുന്ന പണിയൊക്കെ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓർക്കുക, നമ്മളാണ് ഈ ലോകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാണ്. നമ്മുടെ ഹാപ്പിനെസ് ആണ് നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളെ സന്തോഷിപ്പിക്കാൻ, നമ്മുടെ ആരോഗ്യം, അത് കഴിഞ്ഞു മതി മറ്റുള്ളവരുടെ ആരോഗ്യം. നമുക്ക് ആരോഗ്യം ഇല്ലാതെയായി, അല്ലെങ്കിൽ നമുക്ക് സന്തോഷമില്ലാതെ മറ്റുള്ളവരെ സന്തോഷമാക്കേണ്ട കാര്യം എന്താണ്? അത് അവരുടെ ഡ്യൂട്ടിയാണ് എന്ന് മനസ്സിലാക്കുക. മിക്കവാറും സ്ത്രീകൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർക്കുന്നുണ്ട്, നമ്മൾ ചെറുപ്പമൊക്കെ ആയിരുന്നപ്പോൾ നമ്മുടെ അമ്മമാർ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു, അല്ലേ? ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ ചിലപ്പോൾ ചീരക്കറി ആയിരിക്കാം ഉണ്ടാക്കി തന്നത്, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു 10-30 വർഷമായിട്ട് നിങ്ങൾ ഹസ്ബൻഡിനും വീട്ടുകാർക്കും കുട്ടികൾക്കൊക്കെ ആയിട്ട് കുക്ക് ചെയ്യുന്നു, ദിവസം 3 നേരം കുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ചീരക്കറി നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ്? മറ്റുള്ളവരുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് എല്ലാ ദിവസവും ഉണ്ടാക്കുന്നു. പക്ഷെ ഒരു ദിവസം പോലും നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആ ചീരക്കറി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ഒരു വിലയും നമ്മൾ കൽപ്പിച്ചിട്ടില്ല. നമ്മളെ സന്തോഷം ആക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും നമ്മൾ കരുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ എടാ ഞാൻ വീഡിയോ എടുക്കുക. അപ്പോൾ ഇനിയെങ്കിലും നമുക്കിഷ്ടം എന്താണോ അത് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന സ്ത്രീകളെ മാത്രം ഉദ്ദേശിച്ചല്ല കേട്ടോ, പുരുഷന്മാരുടെ കാര്യം അത് തന്നെയാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ പ്രവാസികൾ ആയിട്ടുള്ള പുരുഷന്മാർ പലരെയും മിഡിൽ ഈസ്റ്റിലൊക്കെ പോയിട്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. 20-30 വർഷം കഠിനാധ്വാനം ചെയ്ത് അവർ മിക്കവാറും കുറേ പേര് കൂടി ഒരു അപ്പാർട്ട്മെൻറ്റിലായിരിക്കും താമസിക്കുന്നത്. ചെറിയ ഒരു റൂമിൽ തന്നെ പല ബെഡൊക്കെ ഇട്ടിട്ട് അതുപോലെ അവർ തന്നെ കുക്ക് ചെയ്ത് അവർ ഇന്ന് ഈ കഠിനാധ്വാനം ചെയ്യലാണ്. അവർക്കായിട്ട് പൈസയൊന്നും ചിലവാക്കുന്നില്ല. എല്ലാം നാട്ടിലുള്ള ബന്ധുക്കൾക്കും ഭാര്യയ്ക്കും കുട്ടികൾക്കും ഒക്കെ ആയിട്ട് അയച്ചു കൊടുക്കുന്നവരാണ്, അല്ലേ? അവരാണെങ്കിൽ ലാവിഷായിട്ടുള്ള ജീവിതമായിരിക്കും നാട്ടിൽ.
ഏ, കുട്ടികൾക്കാണെങ്കിൽ പുതിയ മോഡൽ ഫോൺ വേണം, ചെത്തി നടക്കാം, ബൈക്ക് വേണം, അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം ഈ മറുനാട്ടിൽ കഠിന അധ്വാനം ചെയ്യുന്ന ആ, പല പുരുഷന്മാരും അത്രയ്ക്കും അധ്വാനിച്ച് നാട്ടിലേക്ക് ഇവരെ തൃപ്തരാക്കാൻ, ഇവരെ സന്തോഷിപ്പിക്കാൻ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ 10-20 വർഷങ്ങൾ കടന്നു പോകുന്നു. ഇവർ ഒരു രോഗിയായി തീരുമ്പോൾ ഇവരൊരു ചെക്കപ്പിന് പോലും പോകാറില്ല എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ ഇവരെയൊക്കെ സന്തോഷിപ്പിച്ച് കഴിഞ്ഞിട്ട്, എന്നാൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണെങ്കിലും ചിന്തിക്കേണ്ടതാണ്, അവർ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൻ ഇത്രയും ബുദ്ധിമുട്ടിയാണ് ഇതൊക്കെ, നിനക്കിപ്പോൾ ഈ പുതിയ മോഡൽ ഫോൺ കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ് എന്നുള്ള ആ ബുദ്ധിമുട്ട് നമ്മളെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. എങ്കിലാണ് അവർ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ അപ്പനെന്നോ അമ്മയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലൈഫില്ല, നമുക്കൊരു ആഗ്രഹമില്ല, സന്തോഷമില്ല, എല്ലാം നിങ്ങളുടെ സന്തോഷമാണ് എന്ന് കുട്ടികളെ ഒരിക്കലും പറഞ്ഞു പഠിപ്പിക്കരുത്. അപ്പോൾ ഈ പുറനാട്ടിലൊക്കെ ജോലി ചെയ്യുന്നവർ ഒരു വെക്കേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഈ പരാതി കേൾക്കാനേ നേരമുള്ളൂ എന്നുള്ളതാണ്. ഒരു ചെക്കപ്പിന് പോലും പോകാൻ നേരമില്ല. അഥവാ ചെക്കപ്പിന് പോയി അസുഖമാണ് എന്നറിഞ്ഞാൽ തന്നെ ബാക്കിയുള്ളവരൊക്കെ കൂടി പുള്ളിയെ തിരിച്ച് ജോലിക്ക് തന്നെ പറഞ്ഞയക്കുന്നു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സൗകര്യങ്ങളൊക്കെ തീരില്ലേ ഈ പുള്ളി ജോലി ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ സന്തോഷത്തിനോ നമ്മുടെ ആരോഗ്യത്തിനോ ഇതിനൊന്നും മറ്റാരും വിലയും കൽപ്പിക്കുന്നില്ല. അതൊക്കെ നമ്മൾ തന്നെ നമ്മുടെ കാര്യം നോക്കാൻ പഠിക്കുക. ഇനിയെങ്കിലും ഈ 2025 നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുക. ഇനി കുറച്ച് നാളുള്ള ഈ ജീവിതം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. അപ്പോൾ നമ്മൾക്കായിട്ട് ജീവിക്കുമ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെടില്ല. എന്താണെന്ന് വെച്ചാൽ അവരുടെ സുഖങ്ങൾക്കൊക്കെ കുറച്ച് കുറവ് വരും. അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾക്കായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾക്ക് കുറച്ച് ധൈര്യമൊക്കെ വേണം. എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ പറയുന്ന അനുസരിക്കാനോ അവരുടെ അഭിപ്രായത്തിനോ അനുസരിച്ചല്ല നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾക്ക് സ്വന്തമായിട്ട് ഒരഭിപ്രായം വേണം, തീരുമാനമെടുക്കാനുള്ള കഴിവ് വേണം. അതിലേക്ക് ജോലി ചെയ്യാനുള്ള നമ്മൾ പരിശ്രമിക്കുകയും ഇതെല്ലാം ചെയ്യണം. നമുക്ക് മാങ്ങ ഇഷ്ടമില്ലെങ്കിലും നമ്മൾ ആ മാങ്ങ പറിക്കാനായിട്ട് മറ്റുള്ളവർ പോകുന്ന വഴിക്ക് തന്നെ പോകാൻ ശ്രമിക്കുന്നു, അത് ഇഷ്ടമല്ല എന്ന് അറിഞ്ഞിട്ട് പോലും. പക്ഷേ മറ്റു ചിലർ അത് അല്ല, ഇഷ്ടമല്ല, ഞാൻ ആ വഴിക്ക് വരുന്നില്ല, ഈ വഴിക്ക് ഞാൻ പോവുകയാണ് എന്ന് പറയുന്നവർ പോലും ചിലരൊക്കെ അപ്പം അവരെ കളിപ്പിക്കും. നീ എന്ത് വിഡ്ഢിയാണ്, എല്ലാവരും ആ വഴിക്ക് പോകുമ്പോൾ നീ എന്താണ് ഈ വഴിക്ക് പോകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തന്നെ വിഷമിച്ച് വേണ്ടെന്ന് വെക്കും. അപ്പോൾ വളരെ കുറച്ച് പേരുള്ളൂ ഈ പൊതുജനം നമ്മളെ പുച്ഛിക്കുകയും നമ്മൾ വിഡ്ഢികളാണ് എന്ന് പറയുകയും കഴിവില്ലാത്തവരാണ് എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ പലരും പുച്ഛിച്ചു. എന്താണെന്നുണ്ടെങ്കിൽ ഇതെൻ്റെ ഒരു പാഷനാണ്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരും ഈ പുച്ഛം കണ്ടിട്ടുള്ളവരാണ്. ബന്ധുക്കളുടെ ആണെങ്കിലും കൂട്ടുകാരും ഒക്കെ പുച്ഛിക്കുന്നുള്ളതാണ്. എന്താന്ന് വെച്ചാൽ അവർക്കത് മനസ്സിലാവില്ല, അവർക്കതിൽ പാഷനില്ല. പലരും പൈസ ഉണ്ടാക്കാനുള്ള ഒരു വഴിയായിരിക്കാം ഈ വീഡിയോ ചെയ്യുന്നത്, പലരും അവരുടെ പാഷനായിരിക്കാം. പക്ഷേ ഇതൊന്നും ചെയ്യാൻ കഴിവില്ലാത്ത കുറേ പേര് പുച്ഛിക്കും. അപ്പോൾ പലരും ഇതിന് കഴിവുള്ള പലരും അവിടെ വെച്ച് അത് വേണ്ടെന്ന് വെക്കും. അതിനുള്ള ആ ധൈര്യം കാണിക്കില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ സക്സസ്ഫുൾ ആവുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിച്ചത് നമ്മൾ നേടി, അല്ലാതെ മറ്റുള്ളവർ പോകുന്ന വഴിക്ക് പോകാൻ നിൽക്കരുത്. അപ്പോൾ അതിനുള്ള ധൈര്യം വേണം, നമ്മൾക്ക് തന്നെ തീരുമാനമെടുക്കാനുള്ള കഴിവ് വേണം, നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വം വേണം. എങ്കിലാണ് ഇതൊക്കെ നേടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ 2025 നമുക്ക് വേണ്ടി കുറച്ച് നാളെങ്കിലും ജീവിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ആഗ്രഹങ്ങൾ തുറന്നു പറയാനും നമ്മുടെ വ്യക്തിത്വം പുറത്തെടുക്കാനും ഉള്ള ആ ധൈര്യം കാണിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ നൗ.